ഹലോ, യൂണിഫോമിൻ്റെ കോട്ട് കസ്റ്റമർ കൊണ്ടുപോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴുണ്ട് റിട്ടേൺ കൊണ്ടുവരുന്നു. ആൻറ്റി ഇതിൽ ബാഡ്ജ് വെച്ചിട്ടാണ് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് ബാഡ്ജിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് യൂണിഫോമിൻ്റെ പാൻറ്റ് ടോപ്പെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് കുറേ ദിവസമായി. കോട്ടിൻ്റെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഈ ബാഡ്ജ് നല്ല സേഫായിട്ട് വെച്ചു. ഇതെല്ലാം കാണാതായാൽ പണി കിട്ടും. അങ്ങനെ ഈ ബാഡ്ജെല്ലാം എടുത്തിട്ട് ഞാൻ ഇപ്പോൾ എന്നെ തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസത്തേക്കൊന്നും ആക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഈവനിങ് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. നാളെ എൻ്റെ വീട്ടിൽ ഒരു തൊട്ടിൽ കെട്ടൽ ചടങ്ങ്. അതിന് തലേ ദിവസം തന്നെ പോകാനുണ്ട്. അതിന് ഞാൻ ഇതിപ്പോൾ എന്നെ ഡെലിവറി ചെയ്യണം. അതിന് ഈ പിന്നെല്ലാം ഒരു കറക്റ്റ് പൊസിഷനിൽ പിൻ ചെയ്ത് വെക്കണം. പിന്നല്ല ഈ ഒരു ബാഡ്ജ്. അങ്ങനെ പിന്നെല്ലാം ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഒരു ബാഡ്ജ് ഇതും ശരിക്കും സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ കാണാതാവും. അങ്ങനെ ഇത് പിൻ ചെയ്തില്ലെങ്കിൽ എന്താവും എന്ന് വെച്ചാൽ ഇത് നമ്മൾ ബാഡ്ജിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ചെരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പിൻ ചെയ്യുമ്പോൾ നമ്മളെ പണിയും കുറച്ച് ലാഭമാവും. പിന്നെ ഈ ബാഡ്ജിൻ്റെ മുകളിലും താഴെയും നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ബാഡ്ജിലും അങ്ങനെ ഉണ്ടാവാറില്ല. 4 സൈഡും നല്ല നീറ്റായിട്ടുണ്ടാവും. അങ്ങനെ കോട്ടെല്ലാം ഡെലിവറി ചെയ്ത് ഇത് പിറ്റേ ദിവസം ഇവിടെ തൊട്ടിൽ കെട്ടൽ ചടങ്ങ്. അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ നമുക്ക് ചക്കര കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്, പുഴുങ്ങലരിയാണ് ഇടുന്നത്. അതുകൊണ്ട് രാവിലെ വെള്ളം വെച്ചിട്ട് അതിൽ അരി വെച്ചാലാണ് ഇത് വെന്ത് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഈ ഒരു ചെമ്പിൽ ഒരു മൂടിയിട്ടു. അത് കുറേ വലുതാണ്. അത് വലുതായാൽ ഈ അടുപ്പിൻ്റെ പുക കൊണ്ടിട്ട് മൂടിൻ്റെ ബക്കിലെല്ലാം കരി പിടിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു മൂടിയെടുത്ത് അത് മൂടി വെച്ചു. പിന്നെ നന്നായി തീ കത്തിച്ചു. അതിലേക്ക് അരിയും എടുത്തിട്ടുണ്ട്. കുറേ അരി കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 10 മണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോഴേക്കും കുളിക്കാനുള്ള വെള്ളം ഒരു ചെമ്പാലത്തിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ അരിയെല്ലാം വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് വെപ്പിൻ്റെ ആളെത്തിയിട്ട് തീയെല്ലാം ഇടുന്നുണ്ട്. വെപ്പിൻ്റെ ആൾ മുമ്പേ ഉള്ളി തക്കാളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. കഴിഞ്ഞ ഒരു ചിരണി ഫംഗ്ഷൻ എന്നുള്ള ഒരു വീഡിയോയിൽ ഈ ചാമ്പങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ടായി. അതിൽ ഇത്ര കളർ ഉണ്ടായിട്ടാ ചാമ്പങ്ങ. അപ്പോൾ ഇത്ര പഴുത്തിട്ടുണ്ടായിട്ടാ. ഇപ്പോൾ ഇതാ നന്നായി പഴുത്തിട്ടുണ്ട്. കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് കളർ ചേഞ്ച് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വിളഞ്ഞ് കിട്ടുമ്പോൾ ഇതൊരു വിണ്ട് പൊട്ടിയ മാതിരിയാണ്. അങ്ങനെ അതിലൊന്ന് ടേസ്റ്റെല്ലാം നോക്കി കുറച്ച് പുളിയുണ്ടായി. അപ്പോഴേക്കും ഉമ്മ ഇവിടെ ബീഫെല്ലാം കായ്ക്ക് റെഡിയാക്കി വെക്കുന്നുണ്ട്. ബീഫ് പള്ളിക്കറി വെക്കാൻ. ബീഫ് കുറേ പ്രാവശ്യം കായുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ബ്ലഡെല്ലാം പോകുന്നത് വരെ. പിന്നെ ഈ ഒരു ചക്കര കഞ്ഞിയിലേക്ക് തേങ്ങാപ്പാലെടുത്ത് വെക്കാനുണ്ട്. അതിന് കുറേ തേങ്ങ ഉലിച്ച് കൊത്തി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ചരക്കണം. അങ്ങനെ ഈ ഒരു തേങ്ങ ചരക്കുന്ന മെഷീനിൽ തേങ്ങെല്ലാം ഇവിടെ ചരക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ കറി വെക്കാനുണ്ട്, ഉച്ചക്ക് ചോറിനുള്ളത്. ബിരിയാണി കഴിക്കാത്തവർക്ക് വെറും ചോറും സാമ്പാറും പച്ചക്കറിയും മീൻ ഫ്രൈ ഉള്ളത്. അതിന് ഒരു സൈഡ് സാമ്പാർ വെക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറിക്ക് ഈ ഒരു കൊമ്പ് പയർ വറവാണ് വെക്കാനുള്ളത്. ഇനി പൊറോട്ടക്കുള്ള ഒരു ഒഴിച്ച് കറി വേണം. അതിന് ചിക്കൻ്റെ ചാറ്, അതിലേക്ക് തേങ്ങ വറുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ റൂമെല്ലാം ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുഞ്ഞിൻ്റെ ഡ്രസ്സ്. ഈ ഡ്രസ്സിലേക്ക് സായ് എന്ന് പറഞ്ഞ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ സിസ്റ്റർ പാതിരാത്രിക്ക് 3 മണി എന്തോ ആയെന്ന് തോന്നുന്നു അവൾ ഉറങ്ങാൻ ഇരുന്ന് ചെയ്തതാണ്. ഇതും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ പാലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ബെല്ലം ഉണ്ട്, തേങ്ങാൻ്റെ പിണ്ടി. ഇത് ഒരു ചെമ്പിൽ പാലും കിട്ടിയിട്ടുണ്ട്. വെപ്പുകാർക്കിടെ പായസത്തിനുള്ള പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്, സേമിയ പായസം. പിന്നെ അപ്പുറം ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് വലിയൊരു ഉരുളിയിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിൽ വന്ന് ഞങ്ങൾക്ക് ആസ് യൂഷ്വൽ കിട്ടിയിട്ടുള്ള പണി എന്ന് പറയുന്നത് നിലം തുടക്കാനാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഈ നിലം തുടക്കുന്ന പണി അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, അധികം മണ്ണൊന്നും ഉണ്ടായിട്ട. ജ്യൂസിനിടാനുള്ള ഐസ് കൊണ്ടുവന്നിട്ടുണ്ട് ഐസ് ഫാക്ടറിയിൽ നിന്ന്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് സാമ്പാറിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. പായസത്തിൽ നിന്ന് ഈ ഒരു കലത്തുനിന്ന് പായസം മാറ്റിയിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ സാമ്പാറിനുള്ള കഷണങ്ങൾ വേവിക്കണം. എന്തെന്ന് വെച്ചാൽ അടുപ്പിൽ വെക്കുന്നല്ലേ, അപ്പോൾ എല്ലാ
ചട്ടിയും കരി പിടിക്കാതിരിക്കാൻ ഒരു ചട്ടിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഐസിൻ്റെ വലിയൊരു ക്യൂബാണ് കൊണ്ടുവന്നിട്ടുണ്ടായത്. അത് ഇതേപോലെ മുട്ടിയിൽ കുത്തി പൊടി പൊടിയാക്കി വെച്ചിട്ട് അതിൽ നിന്ന് വേണം ഇനി എടുക്കാൻ. ഒരു സൈഡിൽ ഇതാ ഫങ്ഷൻ ഇടാനുള്ള ഡ്രസ്സെല്ലാം ഒരുങ്ങുന്ന തിരക്കാണ്. ഡ്രസ്സിനെല്ലാം അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡ് അതിൻ്റെ ഒരുക്കത്തിൻ്റെ തിരക്ക്. ഇനി ഈ മാംഗോ പൾപ്പ് ജ്യൂസാക്കി എടുക്കണം. മാംഗോ പൾപ്പ്, കസ്കസ്, കശുനട്ട് അതെല്ലാം ഇടണം. അങ്ങനെ അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. പായസത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് വെപ്പുകാർക്ക് കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെയുണ്ട്. ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഈ പായസത്തിലേക്ക് ഇടാൻ വേണം, മിഠായി മേറ്റിൻ്റെത്. ഇവിടെ വെപ്പാറ് വെള്ളത്തിന് വെച്ചിട്ടുണ്ട്, ഈ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പായസം ഇവിടെ വെട്ടി തിളക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഉള്ളിൽ വെറും ചോറിനുള്ള അരി വെച്ചിട്ടുണ്ട്. ഈ ബിരിയാണി കഴിക്കാത്തവർക്കുള്ള പുഴുങ്ങലരിൻ്റെ ചോറ്. അതിൻ്റെ തീയെല്ലാം കെട്ടുപോയിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് തീയെല്ലാം ആക്കാനുണ്ട്. കുറച്ച് ചെപ്പെല്ലാം ഞാൻ തള്ളി. പിന്നെ ഇതിൻ്റെ മൂടീൻ്റെ മുകളിലേക്ക് ഒരു ഇഷ്ടികൻ്റെ ഒരു കഷ്ണം വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത് പുറത്തുള്ള ഒരു റൂമിൽ വെക്കുന്നത്. ചോറാണെങ്കിൽ തിളച്ച് അതിൻ്റെ തിളച്ച് വെള്ളം മാറിയുമ്പോൾ അതിൻ്റെ മൂടി വീഴും. അപ്പോൾ പുറത്ത് നമുക്ക് അങ്ങനെ കാണില്ല. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് പാറ്റിയും കച്ചറെല്ലാം വീഴാതിരിക്കാൻ ഇങ്ങനെ ഒരു ഇഷ്ടിക വെച്ചാൽ ആ മൂടി മാറിയില്ല. ഇനിയുള്ളത് ഈ പായസത്തിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം. ഇത് കിച്ചണിലെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലാണ് ഈ പായസം വെച്ചിട്ടുള്ളത്. ഫുള്ളും സാധനമായി നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇനി വിളമ്പുന്ന സമയത്ത് എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒരു ടിന് കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവനായിട്ടും ഒഴിച്ചിട്ട് നന്നായി കലക്കി. ഇനി ഈ ഒരു ഡെക്കറേഷൻ ബാക്കിയുണ്ട്. ഇതിലൊരു ബി എന്ന് പറയുന്ന ഒരു സാധനത്തിന് കാണുമ്പോൾ ഒരു ജി പോലെയുള്ള ഒന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് കൺഫ്യൂസായി, ഇത് ഇനി അവർക്ക് തെറ്റിയതാണോ ജീന്ന് എന്തെന്ന്. പിന്നെ വെച്ച് അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എയർ നിറച്ചിട്ട് നോക്കാം, അപ്പോൾക്ക് അത് എന്താവുമെന്ന്. ഇപ്പുറം ബെഡ്റൂമിൽ ഇവിടെ കുഞ്ഞ് ഉറങ്ങുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ തൊട്ടിൽ കെട്ടലാണ് ഇന്നേക്ക് 12ാമത്തെ ദിവസം. 12ാം ദിവസത്തിൽ പേരിടുന്നതാണ് ചടങ്ങ്. പിന്നെ ഇതേ കൈക്കന്നെ തൊട്ടിലും കെട്ടാന്ന് വെച്ചു. അപ്പോഴേക്കും ഇവിടെ അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അരി നന്നായി വേവണം. എന്തെന്ന് വെച്ചാൽ ഇതിലേക്ക് ബെല്ലം ഇട്ടാൽ അരി ഒന്നും കൂടി കലിക്കും. ബെല്ലം ഇട്ടിട്ട് നന്നായി ഇളക്കുന്നുണ്ട്. ഇപ്പുറം വലിയൊരു ഡ്രമ്മിൽ ഐസിൻ്റെ കട്ട ഇട്ടിട്ട് അതിലേക്ക് വെള്ളവും ഹന്നാല 7up വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ലാസ്റ്റ് ഫൈനലി സാലഡാക്കാനുള്ള വെജെല്ലാം മുറിക്കുന്നുണ്ട്. റൂം ഡെക്കറേഷൻ ഈസ് പ്രോഗ്രസ്സിങ്. ഓൾമോസ്റ്റ് ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഇവിടെ പിള്ളമാരെല്ലാം കുറേ പിള്ളേർ ഇവിടെ ബലൂണിൽ കളിക്കുന്നുണ്ട്. കുറേ ബലൂണിൻ്റെ പൊട്ടൽ സൗണ്ടും അതെല്ലാം ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കഞ്ഞിൻ്റെ ചട്ടി അപ്പുറത്തെ അടുപ്പിൽ ശരിക്കും തീ കൊള്ളുന്നില്ല. അതിനുകൊണ്ട് ഈ ഒരു 3 കല്ലിട്ട് അടുപ്പിലിട്ടിട്ട് ഇതിലേക്ക് വെല്ലം മുമ്പേ ഇട്ട് അതിലേക്ക് തേങ്ങാപ്പാലെല്ലാം ഇട്ടിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. വെപ്പുകാരെ പണി കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. ബിരിയാണി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് മഞ്ഞളിൻ്റെ ഇല ഒരു 2 ഇല അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ റൂം ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനിടെ ഈ ബലൂൺ വെക്കുന്നിടത്തിന് ഓരോരോ ബലൂണെ ഇവിടെ പൊട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ മുടിയെടുക്കുന്ന ആൾ വന്ന് കുഞ്ഞിൻ്റെ മുടിയെല്ലാം കളഞ്ഞു. ഇന്ന് മുടി കളയൽ ചടങ്ങ് മാത്രമാണ് വെക്കാൻ വിചാരിച്ചത്. ഇതിൻ്റെ കുഞ്ഞിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കണ്ണൂർ ഭാഗത്തുള്ളത്. അപ്പോൾ അവർക്ക് തൊട്ടിൽ കെട്ടൽ എന്ന് പറയുന്ന ഫങ്ഷൻ ഇല്ല. അതുള്ളത് നമ്മൾ കാസർഗോഡുകാർക്ക്. പിന്നെ ഒരു സൈഡിൽ തൊട്ടിലെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. കുഞ്ഞിക്ക് ഡ്രസ്സെല്ലാം ഇട്ട് ഇനി ഇത് തൊട്ടിൽ കെട്ടൽ കഴിഞ്ഞ പാട് ഒരു മധുരം കൊടുക്കണം. അതിന് കേക്കും ലഡുവും ഈത്തപ്പയും. ഈ ഒരു കേക്ക് പൊതുവേ ഉണ്ടാവാറില്ല. ഇത് നമ്മൾ ഒന്ന് വെറൈറ്റിയായി പിടിച്ചത്. അതിനിടെ തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തി കുഞ്ഞിനെ ആട്ടി എല്ലാവരും അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു മധുരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ചോറ് വിളമ്പുന്ന സമയമായി. ഈ ദമ്മിട്ട ചോറെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്.
നമ്മൾ കാസർഗോഡ് ഭാഗത്ത് മാത്രമാണ് ഈ തൊട്ടിൽ കെട്ടൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വേറെവിടെയും ഉണ്ടാകുന്നതായിട്ട് ഈ കണ്ണൂർ ഭാഗത്തില്ല, പിന്നീട് ഉണ്ടെന്നറിയില്ല. കോമൺലി തൊട്ടിലെട്ടൽ ഫംഗ്ഷന് 26, 40 ആ ദിവസങ്ങളിലാണ് നടത്താറുള്ളത്. ഇതിപ്പോൾ അതുവരെ ആക്കിയാൽ കുറേ ലേറ്റ് ആവും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളുടെ വൈഫ് പ്രസവിക്കാനായിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചക്കരക്കഞ്ഞ് ഇതേപോലെ കെട്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കണം. അടുത്തുള്ള വീട്ടിലേക്ക്, ഫാമിലീസിലേക്ക്. പരിപാടിക്ക് വരാത്ത, ഇപ്പം നമ്മൾ പരിപാടിക്ക് അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാത്ത നമ്മളെ ഫാമിലീസിൻ്റെ വീട്ടിലേക്കെല്ലാം ഈ ഒരു കെട്ട് കൊടുത്തു വിടണം. ഈ കെട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾ ഒരു പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്, ആദം സായിദ് എന്ന് പേര് എഴുതിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ 20 രൂപ, ലഡു, ബിസ്ക്കറ്റ്, ഒരു മിഠായി ഇത്ര ഇട്ടിട്ട് ഇതിൻ്റെ പാക്കും. ഇത് കുട്ടികൾക്കുള്ളത്, ഇത് മുതിർന്നവർക്കില്ല. ഒരു വീട്ടിൽ എത്ര കുട്ടികളുണ്ട് ആ ഒരു നമ്പർ കണക്കാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബായ്.